ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി വെളിപ്പെടുത്തിയിരുന്നു. ഇത് ബീഹാറിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ട് കൊള്ളയാണ് നടക്കുന്നത് എന്നതിന് തെളിവാണ് മാഞ്ചിയുടെ വെളിപ്പെടുത്തലെന്ന് ബീഹാർ കോൺഗ്രസ് വക്താവ് അസിത് നാഥ് തിവാരി ആരോപിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കൃത്രിമമാണ് എന്നതിന്റെ തെളിവാണിതെന്ന് RJDയും പ്രതികരിച്ചു. ഇതോടെ BJP തന്നെ കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയ ജിതിൻ റാം മാഞ്ചിയുടെ രാജി ചില BJP MPമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് കേന്ദ്രമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് NDA ബീഹാറിൽ ജയിക്കുന്നതെന്ന ഗുരുതര ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിസന്ധിയിലാവുകയാണ്. ചില നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്രിമം നടന്നുവെന്നും അവിടെ റീപോളിംഗ് വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. വോട്ടിംഗിലെ കണക്കും വോട്ടർമാരുടെ എണ്ണവും ഒന്നും കൃത്യമല്ലാത്ത 16ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് പ്രതിപക്ഷം റീപോളിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ആദ്യം മുഖം തിരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ ശരിക്കും വെട്ടിലായെന്ന് പറഞ്ഞാൽ മതി. 16 മണ്ഡലങ്ങളിലും റീപോളിംഗ് നടത്തിയാലും അവിടെ പ്രതിപക്ഷത്തിന് അധികാരം തിരികെ ലഭിക്കില്ല. എങ്കിലും തോൽവിയുടെ ഭാരം കുറയ്ക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനുണ്ട്. എന്നാൽ റീപോളിംഗിനുള്ള സാധ്യതകൾ വിദൂരമാണ്. എന്തായാലും ബീഹാറിൽ BJPയും NDAയും നേടിയ വിജയം ചെറുതല്ല. ആകെയുള്ള സീറ്റുകളിൽ 202ഉം കൈപ്പിടിയിൽ ഒതുക്കി NDA നേടിയ വിജയം ഇന്നും പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. വെറും 52 സീറ്റുകളിലാണ് കോൺഗ്രസിനും RJDയും ജയിക്കാനായത്. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളിലേക്ക് വിരൽ ചൂണ്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. രാഹുലിന്റെ വാക്കുകൾ സത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകറും യൂട്യൂബർ ധ്രുവ് റാഠിയും രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഈ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് BJP ചെയ്തത്. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചുവെന്നും NDAയുടെ വികസന പദ്ധതികൾക്ക് ജനങ്ങൾ മാർക്ക് നൽകിയെന്നുമൊക്കെ BJP പറഞ്ഞു. എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങളായിരുന്നു ശരി എന്ന് കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലോടെ തെളിഞ്ഞിരിക്കുകയാണ്. തൊപ്പിതെറിക്കുമെന്ന് അറിഞ്ഞതോടെ ചില വികലമായ ന്യായങ്ങളുമായി ജിതിൻ റാം മാഞ്ചി രംഗത്ത് വന്നിട്ടുണ്ട്. 2020-ൽ തന്റെ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ കുമാർ തോൽവി ഭയന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. സ്ഥാനാർത്ഥി പിന്മാറുന്നത് തടയാനും കണക്കുകൾ പുനഃപരിശോധിക്കാനും താൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇന്ന് മന്ത്രി പറയുന്നത്. അന്ന് ഗയ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന അഭിഷേക് സിംഗിനോട് താൻ കണക്കുകൾ ചോദിക്കുകയും അദ്ദേഹം അത് നൽകുകയും ചെയ്തുവെന്നും മാഞ്ചി തന്നെ വെളിപ്പെടുത്താൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ പക്ഷേ മാഞ്ചി പറയുന്നത് നേരെ വിപരീതമായിട്ടാണ്. പ്രാദേശിക ഭാഷയായ മഗാഹിയിലാണ് മാഞ്ചി വീഡിയോയിൽ സംസാരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കാരി മണ്ഡലത്തിൽ മത്സരിച്ച തന്റെ പാർട്ടി സ്ഥാനാർത്ഥി അനിൽ കുമാറിനെ കുറിച്ചാണ് പരാമർശം. വോട്ടെണ്ണൽ നടക്കുമ്പോൾ സ്ഥാനാർത്ഥി 2700 വോട്ടുകൾക്ക് പിന്നിലായിരുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. പിന്നിലായെന്നറിഞ്ഞതോടെ സ്ഥാനാർത്ഥി തന്നെ ബന്ധപ്പെട്ടു. ഉടനടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ താൻ ഫോണിൽ വിളിച്ചുവെന്നും ഒടുവിൽ ഫലം വന്നപ്പോൾ അദ്ദേഹം വിജയിച്ചു എന്നും മാഞ്ചി പറയുന്നതായി വീഡിയോയിലുണ്ട്. ഈ വെളിപ്പെടുത്തൽ 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അട്ടിമറിച്ചു എന്ന് കേന്ദ്രമന്ത്രി സമ്മതിച്ചാൽ അതിനർത്ഥം NDAയുടെ വിജയം നേരായ മാർഗത്തിലൂടെ അല്ല എന്നതാണ്. എന്തായാലും റീപോളിംഗ് എന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉന്നയിക്കാൻ കേന്ദ്രമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ സഹായകമാകുമെന്നത് ഉറപ്പാണ്.